നാരായണ ഹരേ ഗോവിന്ദ നളിന വിലോചന ഗോവിന്ദ നരകവിനാശന ഗോവിന്ദ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ ഗോവിന്ദ. തീർത്ഥാടക സംഘം അങ്ങനെ നടന്ന് നീങ്ങുകയാണ്. അപ്പോൾ ലോമേശ മഹർഷി ചില പ്രത്യേകതരം മലകളും നദികളും പൊയ്കകളും ഒക്കെ എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയുണ്ടായി. ഇനി ഇങ്ങനെ അവർ നടന്ന് ഗന്ധമാദന പർവ്വതത്തിൻ്റെ താഴ്വരയിൽ എത്തി. അപ്പോൾ ലോമേശൻ പറഞ്ഞു, ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര വലിയ ദുഷ്കരാണ്. അവിടെ മുഴുവൻ ദേവന്മാരും യക്ഷന്മാരും രാക്ഷസന്മാരും ഒക്കെ വിഹാരരംഗാണ്. മനുഷ്യർക്ക് അവിടെ എത്തുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഇത് താണ്ടി വേണം നമുക്ക് ബദ്രികാശ്രമത്തിലും നാരായണാശ്രമത്തിലൊക്കെ എത്താൻ. പോണോ വേണ്ടയോ എന്നായി. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഇത്രയൊക്കെ വന്ന സ്ഥിതിക്ക് കഷ്ടപ്പാട് സഹിച്ചിട്ടാണെങ്കിലും നമുക്കങ്ങോട്ട് പോവാ എന്ന്. എല്ലാവരും അങ്ങനെ തീരുമാനമെടുത്ത് പതുക്കെ സംഘം നീങ്ങാൻ തുടങ്ങി. ഇത്തിരി നീങ്ങിയപ്പോഴാണ് അറിയണത് അതിഭയങ്കരമായ ശൈത്യം. ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് വീഴുന്നു. എല്ലുകളുടെ ഉള്ളിൽ തുളച്ച് കയറുന്ന മാതിരത്തെ തണുപ്പ്. കുറച്ച് ദൂരം പോയപ്പോഴേക്കും പാഞ്ചാലിക്ക് വയ്യാണ്ടായി. പാഞ്ചാലി അവിടെ ഇരുന്നു പോയി. പിന്നെ കിടപ്പായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നാം മടങ്ങ. ഇനിയിപ്പോൾ പറ്റില്ല. മടങ്ങണമെങ്കിൽ ഇപ്പോൾ ഈ വന്ന ദൂരം തന്നെ പോകണമല്ലോ എന്നായി എല്ലാവരും. അപ്പോൾ ഭീമസേനൻ ഞാനിപ്പോൾ ഒരു വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് തൻ്റെ പുത്രനായ ഘടോത്കചനെ സ്മരിച്ചു. ഘടോത്കചൻ ഇതാ വരണു, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് നാരായണ ആശ്രമം വരെ എത്തണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഘടോത്കചൻ തൻ്റെ അനുയായികളെയൊക്കെ വരുത്തി. എല്ലാവരും ഓരോരുത്തരും എടുത്ത് തോളിൽ വെച്ച് അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. നിമിഷ നേരം കൊണ്ട് അവരെ നാരായണ ആശ്രമത്തിൽ എത്തിച്ചു. അവരെന്നിട്ട് മടങ്ങി പോവുകയും ചെയ്തു. തീർത്ഥാടക സംഘം കുറച്ച് ദിവസം ബദരീകാശ്രമത്തിൽ താമസിക്കാൻ തീരുമാനിച്ചു. അവിടെ നിന്ന് നോക്കിയാൽ ഹിമാലയ പർവ്വതവും ധാരാളം മറ്റ് പർവ്വതങ്ങളും പ്രകൃതിയും സൂര്യോദയം അസ്തമയമൊക്കെ വളരെ ഭംഗിയാണ്. എല്ലാവരും അത് നോക്കിക്കണ്ട് നാരായണ ആശ്രമത്തിൽ കുറച്ച് ദിവസം താമസിച്ചു. ഈ സമയത്ത് ഒരു ദിവസം കാലത്ത് പാഞ്ചാലിയും ഭീമസേനനും കൂടി ഉലാത്താനിറങ്ങി. ഇത്ര ദൂരം പോയപ്പോൾ അവർക്ക് പറയാൻ കഴിയാത്ത ഒരു സുഗന്ധം അനുഭവപ്പെടാൻ തുടങ്ങി. ഇത് എവിടെ നിന്നാണാവോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ചുറ്റി നോക്കി. ഒന്നും കാണാനുമില്ല. പെട്ടെന്ന് കാറ്റത്ത് സൂര്യബിംബം വന്ന് വീണത് മാതിരി ഒരു സാധനം അവരുടെ അടുത്ത് വന്ന് വീണു. ഓടിപ്പോയി പാഞ്ചാലി അത് എടുത്തപ്പോൾ ആ പുഷ്പത്തിൽ നിന്നാണ് ഈ സുഗന്ധം പരക്കണത്. ആ പുഷ്പമാണെങ്കിലോ ഒരു വാടിയ പുഷ്പം. ഈ വാടിയ പുഷ്പത്തിൽ നിന്ന് ഇത്രയും സുഗന്ധം പരക്കുക എന്ന് പറഞ്ഞാൽ ആ പുതുപുഷ്പത്തിൽ എന്തായിരിക്കും അതിൻ്റെ സുഗന്ധം? എന്താ അതിൻ്റെ ഒരു ഭംഗി? സൂര്യബിംബം ഉദിച്ചത് മാതിരി. അതൊരു താമരപ്പൂ മാതിരിയാണ് ഇരിക്കുന്നത്. പാഞ്ചാലി ഉടനെ ഭീമസേനനോട്, നമുക്ക് കാമ്യകവനത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഇതിലൊരു 3-4 കൂടി കൊണ്ടുപോയേ പറ്റൂ. ഭീമസേനൻ പറഞ്ഞു, നമുക്കറിയാത്ത വഴി, അറിയാത്ത കാലാവസ്ഥ, ഇതും വെച്ച് ഈ 2-3 പുഷ്പം പറിക്കാൻ നമ്മൾ പുറപ്പെട്ടാൽ നമ്മൾ എവിടെ എത്തിപ്പെടുക എന്നറിയില്ല. വേണ്ട പാഞ്ചാലി. പാഞ്ചാലി പറഞ്ഞു, എനിക്കിത് 2-3 കൊണ്ടുപോയേ പറ്റൂ. എന്നാൽ ഒരു കാര്യം ചെയ്യും, നീ തിരിച്ച് ആശ്രമത്തിലേക്ക് പോ. ഞാൻ പോയി
ഈ പൂവ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വരാം, അതാണ് നല്ലത്. അത് പാഞ്ചാലി സമ്മതിച്ചു. എന്നാൽ പൂവ് കൊണ്ടുവരണം കേട്ടോ, പൂവ് കൊണ്ടേ ഞാൻ വരൂ, അതിനെപ്പറ്റി സംശയമൊന്നും വേണ്ടാന്നും പറഞ്ഞിട്ട് ഭീമസേനൻ ആ പൂവിൻ്റെ മണം എവിടുന്നാ വരണേന്ന് ഇങ്ങനെ നോക്കി പതുക്കെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി. പാഞ്ചാലി തിരിച്ച് നാരായണ ആശ്രമത്തിലെത്തി. അവിടെ എത്തിയിട്ട് ഈ വിശിഷ്ടമായ പൂവ് എല്ലാവരെയും കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ ലോമേശ മഹർഷി പറഞ്ഞു, ഇത് സൗഗന്ധിക പുഷ്പമാണ്, മനുഷ്യർക്ക് അപ്രാപ്യമായ ഒരു പൊയ്കയിൽ വളരുന്ന പൂവാണ്. അപ്പോൾ പാഞ്ചാലി പറഞ്ഞു, അതെയാ, അയ്യോ ഭീമസേനൻ എന്താ പൂവ് അന്വേഷിച്ച് പോയിക്കണു, ഞാൻ ശഠിച്ചു പൂവ് വേണമെന്ന്. മനുഷ്യർക്ക് അപ്രാപ്യമാണെങ്കിൽ ഇപ്പം എങ്ങനെയാണ് പൂവുകയും ചെയ്തു ഇപ്പോൾ ആള്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ധർമ്മപുത്രർ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഭീമനല്ലേ പോയിക്കണത്, ഭീമൻ ശരിക്ക് തിരിച്ചെത്തിക്കോളും, ആ പേടിയൊന്നും എനിക്കില്ല, ആർക്കും വേണ്ട, അതിനുള്ള കഴിവൊക്കെ അവനുണ്ട്, അവൻ പൂവായിട്ടേ മടങ്ങി വരൂ, നിങ്ങളങ്ങനെ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ധർമ്മപുത്രർ സമാധാനിപ്പിച്ചു. എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ വിളങ്ങണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.